Good morning to all. Today I am going to teach bonus shares, type of bonus shares, advantages and limitations of bonus shares. First we start with the meaning of bonus shares. A company shall distribute a part of its annual profit to the shareholders as dividend. Sometimes a company earns more than its normal profit in a year. Then the company may distribute a part of its abnormal profit or surplus profit to the shareholders. This surplus profit distributed to the shareholders is called bonus. When a company distributes a part of its accumulated profit, it is also called bonus shares. അതായത് ഇപ്പോൾ ഒരു കമ്പനി നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യണമെങ്കിൽ അവർ ആ അബ്നോർമൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. എ കമ്പനി ഏൺ മോർ ദാൻ ഇറ്റ്സ് നോർമൽ പ്രോഫിറ്റ് ഇൻ ഇയർ. ഒരു വർഷത്തിൽ നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യാം. Then the company may distribute a part of its abnormal profit or surplus profit to the shareholders. ആ അബ്നോർമൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. When a company distribute a part of its accumulated പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ബോണസ് എന്നാണ് പറയാം. അപ്പോൾ ഒരു കമ്പനി എക്സ്ട്രാ പ്രോഫിറ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ആ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാഷ് ബോണസ്. എ കമ്പനി പേ ബോണസ് ഇൻ ക്യാഷ് അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസ്. ക്യാഷ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബോണസിൻ്റെ ഒരു ഭാഗം അവർ അക്യുമുലേറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർ ക്യാഷിനാവാം. അങ്ങനെ ക്യാഷിനായിക്കഴിഞ്ഞാൽ നമ്മളതിനെ ക്യാഷ് ബോണസ് എന്നാണ് പറയുക. ഈ കമ്പനി മേ പേ ബോണസ് ഇൻ ക്യാഷ് അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റൻസ്. ഫസ്റ്റ് പറയുന്നത് വെൻ എ കമ്പനി ഹാസ് സഫിഷ്യൻറ്റ് ആൻഡ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാഷ്. ക്യാഷാണ് കൂടുതലുള്ളതെന്ന് തുടങ്ങിയ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷും അല്ലെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാഷ് ആണെങ്കിൽ അവർക്ക് ക്യാഷ് ബോണസ് ഇഷ്യൂ ചെയ്യാം. വെൻ കമ്പനി ഹാസ് സഫിഷ്യൻറ്റ് ആൻഡ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാഷ്. സെക്കൻഡ് പോയിൻറ്റ് വെൻ ദ കമ്പനി ഡസ് നോട്ട് വാണ്ട് ടു റൈസ് ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ഇപ്പോൾ ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് കൂട്ടാൻ താല്പര്യമില്ലെങ്കിൽ വെൻ ദ കമ്പനി ഡസ് നോട്ട് വാണ്ട് ടു റൈസ് ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്. തേർഡ് വെൻ ദ കമ്പനി ഇഷ്യൂ ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ദി ലിമിറ്റേഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ ആ ഇഷ്യൂ ചെയ്യുന്നത് ഷെയർസായിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ടില്ല. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ നമ്മൾ ക്യാഷായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ക്യാഷ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് സിറ്റുവേഷൻ വെൻ ദ കമ്പനി ഹാസ് സഫിഷ്യൻറ്റ് ആൻഡ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ക്യാഷ്. സെക്കൻഡ് വെൻ ദ കമ്പനി ഡസ് നോട്ട് വാണ്ട് ടു റൈസ് ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്. തേർഡ് വെൻ ദ കമ്പനി ഇഷ്യൂ ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ദി ലിമിറ്റേഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? എ കമ്പനി മേ ഡിസ്ട്രിബ്യൂട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ക്യാഷ് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്യാഷിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് വാട്ട് ആർ ദ ഇഫക്റ്റ് ഓഫ് ഇഷ്യൂ ബോണസ് ഷെയർസ്. ഫസ്റ്റ് ഇഫക്റ്റ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓർഡിനറി ഷെയർസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. സെക്കൻഡ് നെറ്റ് വർത്ത് ഈസ് അൺഎഫക്റ്റഡ്. അതായത് നെറ്റ് വർത്ത് അഫക്റ്റ് ചെയ്യുന്നില്ല. തേർഡ് റെഡ്യൂസ്ഡ് ഡിവിഡൻറ്റ് പെർ ഷെയർ. ഡിവിഡൻറ്റിൻ്റെ പെർ ഷെയറിൻ്റെ എമൗണ്ട് കുറയും. ഫോർത്ത് നോ ഇഫക്റ്റ് ഓൺ അസറ്റിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല. അത് പ്രോഫിറ്റിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ബോണസ് ഷെയർസ്. അപ്പോൾ അതിൻ്റെ അസറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വാട്ട് ആർ ദി ഇഫക്ട്സ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്? ഫസ്റ്റ് പോയിൻറ്റ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. സെക്കൻഡ് നെറ്റ് വർത്ത് ഈസ് അൺഎഫക്റ്റഡ്. തേർഡ് റെഡ്യൂസ്ഡ് ഡിവിഡൻറ്റ് പെർ ഷെയർ. ഫോർത്ത് നോ ഇഫക്റ്റ് ഓൺ ദി അസറ്റ്.
These are the effect of issue of bonus shares. Then types of bonus shares. Mainly there are two types of bonus shares. Fully paid bonus shares and partly paid bonus shares. When bonus shares are distributed free of cost in proportion of holding, it is called fully paid bonus shares. അതായത് ബോണസ് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിനാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. When bonus shares are distributed free of cost in proportion of their holding, it is called fully paid bonus shares. Next, partly paid bonus shares. When bonus shares is applied for converting partly paid shares into fully paid shares, it is called partly paid bonus shares. അതായത് ബോണസ് ഷെയർസ് കൺവേർട്ട് ചെയ്യാനായിട്ട്, അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ്. When bonus shares is applied for converting partly paid shares into fully paid shares, it is called partly paid bonus shares. There are two types of bonus shares. First one is fully paid bonus shares. Second, partly paid bonus shares. In case of fully paid bonus shares, shares are distributed free of cost in proportion of their holding. Second case, partly paid bonus shares. When bonus shares is applied for converting partly paid shares into fully paid shares, it is called partly paid bonus shares. Type of bonus shares two type ആണ്, partly paid bonus shares fully paid bonus shares. Next, advantages of issuing bonus shares. നമുക്കറിയാം ഒരു കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഹോൾഡിങ്ങിൻ്റെ പ്രപ്പോർഷനിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ക്യാഷിലാവാം അല്ലെങ്കിൽ ഷെയർസ് ആയിട്ടായിരിക്കും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ കമ്പനിക്കുള്ള ബെനിഫിറ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ഫസ്റ്റ് പോയിന്റ്, ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് പോയിന്റ്, ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ക്യാഷ് ഫോർ ഇറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിൽ ഷെയർസ് കൊടുക്കാം, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും, അതായത് ക്യാഷിനും ഷെയർസുമായിട്ട്. ഇപ്പോൾ ഷെയർസായിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ ഓഫ് ഷെയർസിൻ്റെ എണ്ണം ഷെയർ ഹോൾഡേഴ്സിന് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ക്യാഷ് ഫോർ ഇറ്റ്. അതിന് എക്സ്ട്രാ എമൗണ്ട് ഒന്നും കൊടുക്കാണ്ട് തന്നെ അവർക്ക് ഷെയർസ് കിട്ടും. shareholders get additional shares without paying cash for it. Second, shareholders are not required to pay income tax on bonus shares. നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഷെയർസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിന് ഷെയർ ഹോൾഡർ ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു പേ ഇൻകം ടാക്സ് ഓൺ ബോണസ് ഷെയർസ്. നെക്സ്റ്റ്, തേർഡ് പോയിന്റ്, when the market price of shares increases, the shareholders can earn profit by selling. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഷെയർസായിട്ടും അതുപോലെ ക്യാഷുമായിട്ടാണ് കിട്ടാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഷെയർസായിട്ടാണ് ബോണസ് ഷെയർസ് കിട്ടിയെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആ ഷെയർസിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയർസ് സെയിൽ ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഷെയർസിൻ്റെ പ്രൈസ് കൂടുമ്പോഴെന്ന് പറഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭമാണ്. ഫോർത്ത്, ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചർ. അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ലാഭം ഉണ്ടാവുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലാഭം കൂടുന്നതനുസരിച്ച് കൂടുതൽ ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസിൽ ടു ദി ഷെയർ ഹോൾഡേഴ്സിൽ ഫസ്റ്റ് പോയിന്റ്, ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ക്യാഷ് ഫോർ ഇറ്റ്.
Second, the shareholders are not required to pay income tax on bonus shares. Third, when the market price of shares increases, the shareholders can earn profit by selling. Fourth, the shareholders will get increased dividend in future. നെക്സ്റ്റ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ടു ദി കമ്പനി. അതായത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് എന്താണ് അഡ്വാൻറ്റേജസ്. നമ്മൾ നേരത്തെ ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് പഠിച്ചു. ഇനി കമ്പനിക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ ലിക്വിഡിറ്റി ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്ന് വെച്ചുകൊണ്ട് അത് കമ്പനിയുടെ ലിക്വിഡിറ്റിനെയോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല. First point, it does not affect the liquidity or working capital of the company. Second point, the cost of issue of bonus shares is negligible. അതായത് ഒരു ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. അത് നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ വളരെ കുറവാണെന്ന്. ദ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഈസ് നെഗ്ലിജിബിൾ. തേർഡ്, ഇറ്റ് ഇൻക്രീസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഗുഡ് വില്ലിനെയും ക്രെഡിറ്റ് വർത്തിനെസ്സും ഇത് ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. ഫോർത്ത് പോയിന്റ്, നോ ടാക്സസ് ഈസ് പേയബിൾ ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ കമ്പനിയോ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ടു ദി കമ്പനി. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ ലിക്വിഡിറ്റി ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിനോ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ്, ദ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഈസ് നെഗ്ലിജിബിൾ. കോസ്റ്റ്, അതിന് വരുന്ന ചിലവ് വളരെ കുറവാണ്. കോസ്റ്റ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് വളരെ കുറവാണ്. തേർഡ്, ഇറ്റ് ഇൻക്രീസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തീസിനും അതുപോലെ തന്നെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാനും ബോണസ് ഷെയർസ് ഹെൽപ്ഫുള്ളാണ്. ഫോർത്ത്, നോ ടാക്സ് ഇസ് പേയബിൾ ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ ലിക്വിഡിറ്റി ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. സെക്കൻഡ് പോയിന്റ്, ദ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഈസ് negligible. Third, it increases the credit worthiness and goodwill of the company. Fourth, no taxes is payable on issue of bonus shares. Next, we move to the disadvantages of issue bonus shares. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് ടു ദി കമ്പനിയും ടു ദി ഷെയർ ഹോൾഡേഴ്സും ആണ് നമ്മൾ പഠിച്ചത്. ഇനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ടു ദി ഷെയർ ഹോൾഡേഴ്സിനും ടു ദി കമ്പനിക്കും. ഫസ്റ്റ്, ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, ദ ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെയിൻ ആക്ച്വലി. അതായത് നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിന് അതുകൊണ്ട് വളരെ ലാഭമൊക്കെ ഉണ്ടാവും എന്നാണ് അഡ്വാൻറ്റേജസിൽ പറയുന്നത്. പക്ഷേ ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലി ഒന്നും ഏൺ ചെയ്യണില്ല. ദ ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെയിൻ ആക്ച്വലി. Second point, if the rate of dividend cannot be maintained, the market value of shares will fall. അതായത് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയും. നമ്മൾ അഡ്വാൻറ്റേജസിൽ പഠിച്ചിരുന്നു. അതായത് ഡിവിഡൻറ്റിൻ്റെ ഷെയർസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവർക്ക് സെയിൽ ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഡിവിഡൻറ്റ് കൂടിയില്ലേ, കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും, മാർക്കറ്റിൽ ഷെയർസിൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും. ഷെയർസിൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഷെയറിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത്, ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് കനോട്ട് ബി മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് വിൽ ഫാൾ. തേർഡ് പോയിന്റ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എൻകറേജസ് സ്പെക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബോണസ് ഷെയർസ് കാരണമാവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, ദ ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെയിൻ ആക്ച്വലി. Second, if the rate of dividend cannot be maintained, the market value of shares will fall. Third, issue of bonus shares encourages speculation. Then, what are the disadvantages of issuing bonus shares to the company?
First point, market value of shares may fall if the rate of dividend is not maintained. ഇപ്പോൾ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് വിൽ ഫാൾ ഇഫ് ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് എൻകറേജ് അൺഡിസൈറബിൾ സ്പെക്കുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് സ്പെക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബോണസ് ഷെയർസ് കാരണമാകുന്നു. തേർഡ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഏൺഡ് ഇൻ പാസ്റ്റ് ഇയർ. മുമ്പത്തെ വർഷത്തിൽ ഏൺ ചെയ്ത അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കുറയ്ക്കാനായിട്ട് ഇത് ബോണസ് ഷെയർസിൻ്റെ ഇഷ്യൂ കാരണമാകുന്നു. ഫോർത്ത് പോയിന്റ്, സം എക്സ്പെൻസസ് വിൽ ഹാവ് ടു ബി ഇൻകേർഡ്. ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസസ് വരാറുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ടു ദി കമ്പനി? ഫസ്റ്റ് പോയിന്റ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് മേ ഫാൾ. സെക്കൻഡ്, ഇറ്റ് എൻകറേജ് അൺഡിസൈറബിൾ സ്പെക്കുലേഷൻ. Third, it reduces the accumulated profit earned in past years. Fourth, some expenses will have to be incurred. So, these are the advantages and disadvantages of bonus shares. Next, we move to the assignment question. First question, what is bonus shares? Second, what are the type of bonus shares? Third, what are the advantages and limitations of bonus shares? Okay, thank you.